ഓട്ടിടാൻ വേണ്ടിയിട്ടാണ് വന്നതെങ്കിലും മാക്സിമം തെണ്ടി തിരിയാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ തെണ്ടി തിരിഞ്ഞ് അവസാനം ഞാൻ നമ്മുടെ വിതുര കലങ്ങി ജംഗ്ഷനിലോ മലബാർ ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അവിടുത്തെ പൊറോട്ടയും ബീഫും തട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ പൊറോട്ടയും ബീഫും. ബീഫാണ് കിഡു ഗൈസ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈം മുതലേ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ദ ബെസ്റ്റ് ബീഫ് ഫ്രൈ എന്ന് പറയുന്നത് ഇവിടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്കുള്ളത് വന്നിട്ടുണ്ട് ഗൈസ്. കമ്പി ഇട്ടേക്കണതുകൊണ്ട് കഴിക്കാൻ ഞാൻ വളരെ കഷ്ടപ്പെടും, പക്ഷെ ഞാൻ കഴിക്കുന്നതാണ്. കാരണം കുറേ നാളായി ഞാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ട്. സോ കഴിക്കാൻ പോവാണ്. ഒന്നും വേണ്ട. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് രമണ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് ഇവിടുത്തെ ബീഫ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അച്ഛനുണ്ടല്ലോ പണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടുത്തെ ബീഫ് ഇങ്ങനെ പൊതിഞ്ഞ് കൊണ്ടുവരാറുണ്ട്, പൊറോട്ടയും ബീഫും. അപ്പം അത് കാണുമ്പോഴത്തേനുണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരുന്നു അന്ന്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ബീഫ്. പണ്ടുണ്ടല്ലോ ഇങ്ങനെ കുട്ടി പീസസ് ആയിരുന്നേ. ഇപ്പൊ കുറച്ച് പീസിന്റെ വലിപ്പം ഇച്ചിരി കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയോ അകത്താക്കിയിട്ടുണ്ട്. എന്റെ പല്ലിൽ കമ്പി കിടക്കുന്നുണ്ട്, കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്റെ ആക്രാന്തം കണ്ടാൽ ഒരാഴ്ചയായിട്ട് ഞാൻ പട്ടിണി കിടക്കുന്നതാണെന്ന് തോന്നില്ലേ? പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കണ്ടേ, ഇവിടുത്തെ ബീഫ് കണ്ടാൽ ആരായാലും ഇങ്ങനെ ആയി പോകും. അപ്പൊ ഞാൻ പൂ പോലുള്ള പൊറോട്ടയും ബീഫും തട്ടിയിട്ടുണ്ട്. പാറക്കുട്ടി അറിയുകയാണെങ്കിൽ എന്നെ ഇടിച്ച് പുറത്താക്കും കേട്ടോ, അവൾക്ക് പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അടിപൊളിയായിട്ട് കഴിക്കട്ടെ. നിങ്ങൾ ഇന്ന് എന്താണ് ഫുഡ് കഴിച്ചതെന്നുള്ളത് മറക്കാതെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.